ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യമ്മി ബൈറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഹോട്ടൽ രുചിയിലുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3/4 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ദോശ മാവാണ്. നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാലൻസ് വരുന്ന മാവ് ഒരു 1/4 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് അല്പം ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്താൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് പഴം കട്ട് ചെയ്തെടുക്കണം. 3 പഴമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു പഴം 3ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെറുതായിട്ടോ വലുതായിട്ടോ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാവ് ഇതിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഇതുപോലെ നല്ല കളറായിട്ട് വന്നാൽ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. നമ്മൾ ചായക്കടിയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റിലുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.